നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹൂതികളുടെ മിസൈൽ ആക്രമണം വളരെ ഞെട്ടലോടെയാണ് സൗദി കേട്ടുണർന്നത്. ആദ്യം 79 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 116 മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി അപലപിച്ച് സൗദി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രവാസ ലോകമാകെ ആശങ്ക പടർന്നിരിക്കുകയാണ്. യമൻ സൈനികർ കൊല്ലപ്പെട്ട ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുകയുണ്ടായി. ഞായറാഴ്ച യമൻ മാരിബ് പ്രവിശ്യയിലെ പള്ളിയിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ ആദ്യം 79 സൈനികരാണ് കൊല്ലപ്പെട്ട എന്ന വാർത്ത വന്നതിന് പിന്നാലെ 116 യമൻ സൈനികരുടെ മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ സായുധ വിമത വിഭാഗമായ ഹൂതികളാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ആക്രമണം നടന്നിരുന്നത്. സൈനിക ക്യാമ്പിനുള്ളിലായതിനാൽ വിവരം പുറത്തെത്താൻ വൈകിയിരുന്നു താനും. ക്യാമ്പിനുള്ളിലെ പള്ളിയുടെ നേർക്കായിരുന്നു മിസൈൽ ആക്രമണം നടന്നിരുന്നത്. വൈകിട്ട് പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയതായിരുന്നു യമൻ സൈനികർ. തലസ്ഥാനമായ സൻആയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെയാണ് മാരിബ് പ്രവിശ്യയിലെ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് തന്നെ. മിസൈൽ പതിച്ചതോടെ സൈനികർ ചിന്നാഭിന്നമായി മാറുകയായിരുന്നു. സൈനികർ മാത്രമല്ല, ചുറ്റുമുള്ള കെട്ടിടങ്ങളും തകർന്നടിയുകയുണ്ടായി. 83 പേരുടെ മരണമാണ് അപ്പോൾ സ്ഥിരീകരിച്ചതെങ്കിലും മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് 116 സൈനികരുടെ മരണം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ട് വാർത്ത പുറത്തേക്ക് വരുന്നത്. നടന്നത് ഭീകരാക്രമണമാണെന്നും ആക്രമണം നടത്താൻ ആരാധനാലയം തന്നെ തെരഞ്ഞെടുത്തത് ദേവാലയത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ മടിയില്ലാത്ത ഭീകരരുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്നതാണെന്നും രക്തദാഹികളായി മാറിയിരിക്കുകയാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയുണ്ടായി. സൗദി പ്രസ് ഏജൻസിയാണ് പ്രസ്താവന പുറത്തുവിട്ടത് തന്നെ. യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിനു വേണ്ടിയുള്ള രാജ്യാന്തര ശ്രമങ്ങളെ തകർക്കുന്ന ദുഷ്ചെയ്തിയാണ് ഭീകരന്മാരിൽ നിന്നുണ്ടായതെന്ന് പ്രസ്താവന കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സൗദി അറേബ്യ യമനിലെ സ്ഥിരതയ്ക്ക് വേണ്ടി അടിയുറച്ച് നിലകൊള്ളുകയാണ്. എന്നാൽ അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പരിഹാര ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ചെയ്തികളാണ് ഭീകരശേരിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ. കൊല്ലപ്പെട്ടവരുടെ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും പരിക്കേറ്റവർ വളരെ വേഗം ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ആശംസിക്കുകയും ചെയ്യുന്നതായി പ്രസ്താവനയിൽ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.